ഉഷ്ണന ശാന്തി എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് വൈകുന്നേരത്തെ പരിപാടികളങ്ങ് തുടങ്ങാം കേട്ടോ. കണ്ടോ, ക്യാമറ കൊണ്ട് എവിടെയാണ് വെച്ചിരിക്കുന്നത്, ഞാൻ പോയി എവിടെയാണ് ഇരിക്കുന്നത്. ഇതാണ് ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്നത്. എപ്പോൾ ക്യാമറ വെച്ചാലും ക്യാമറ ഒരിടത്തേക്കും ഞാൻ വേറൊരിടത്തേക്കും. ക്യാമറ തെക്കോട്ടാണെങ്കിൽ ഞാൻ വടക്കോട്ടായിരിക്കും. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് കുഞ്ഞിട്ട് അത്ര റെഡി ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കിളി പോയ പോലെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കേട്ടോ. നമ്മൾ ഇത്രയും ദിവസം വീട്ടിലില്ലാതിരുന്നത് കൊണ്ട് തന്നെ ചെടികൾക്കൊന്നും നല്ല രീതിക്ക് വെള്ളമൊന്നും കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവർ ഇലച്ചെടികളായതുകൊണ്ട് അധികം കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ചൂടിന് വാടിക്കരിഞ്ഞ് എപ്പോഴേ പോകേണ്ടതാണ്. അപ്പോൾ വന്നപാടെ അവർക്ക് കുറച്ച് നല്ലപോലെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആകെ 2-3 ചെടികളേ ഉള്ളൂ. എങ്കിലും മിക്കവാറും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വെയിലിന് ഞാൻ വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കിനി കുറച്ച് മാവ് അരച്ച് വെക്കാനുണ്ട്. ഈ പ്രാവശ്യം റേഷൻ കടയിൽ ചെന്നപ്പോൾ പച്ചരി ഇട്ടിട്ടുണ്ടായിരുന്നു. 4 കിലോ പച്ചരിയാണ് ഉണ്ടായിരുന്നത്. ദോശമാവും പുട്ടുപൊടിയൊക്കെ പുറത്തുനിന്ന് കിട്ടില്ല, പിന്നെ എന്തിനാണ് ഈ പച്ചരി വാങ്ങിക്കുന്നതെന്ന് ആദ്യം ആലോചിച്ചു. പിന്നെ ആലോചിച്ചു നമ്മളത് വാങ്ങിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവരതെടുക്കും. എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത്, നമ്മുടെ സാധനമല്ലേ, അത് നമുക്ക് വാങ്ങിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും ഇതുപോലെ എന്തെങ്കിലും കാപ്പിയൊക്കെ ഉണ്ടായി കഴിക്കാമല്ലോ. അപ്പോൾ രാവിലെ കുറച്ച് പച്ചരിയും ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം ഞാൻ അത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ദോശയോ ഇഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം നമുക്ക്. ദോശയ്ക്കാണെങ്കിലും ഇഡലിക്കാണെങ്കിലും ഇവിടെ സെയിം മാവ് തന്നെയാണ് അരയ്ക്കുന്നത്. അത് പ്രത്യേകം മാവൊന്നുമില്ല കേട്ടോ. വളരെ കുറച്ച് ദോശ ഉണ്ടാക്കുന്നുള്ളൂ, അല്ല ഇഡലി ഉണ്ടാക്കാം. വളരെ കുറച്ച് ഇഡലിയേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഇവിടെ കാപ്പിയൊന്നും ഇവിടെ ആർക്കും നിർബന്ധമുള്ള കാര്യമല്ല. പിന്നെ വല്ലപ്പോഴും എങ്ങാനും കിട്ടിയാൽ കഴിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് തൽക്കാലം നമുക്കൊരു 10-12 ഇഡലി ഉണ്ടാക്കാനുള്ള ഇഡലി മാവ് മാത്രമേ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുള്ളൂ. അപ്പോൾ അതവിടെ അരച്ച് വെച്ചതിന് ശേഷം രാവിലെ അലക്കിട്ട തുണികളെല്ലാം കൂടെ നമുക്ക് എടുത്തങ്ങ് വെക്കാം. പണികളൊക്കെ ഒരുവിധം ഒതുക്കി വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് വേഗം പോയി കുളിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ വെയിലിന് എത്ര ലേറ്റായിട്ട് കുളിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അതിൽ ചൂടാണ്, കിടന്നുറങ്ങാനേ പറ്റില്ല. പക്ഷെ നമുക്ക് വിളക്ക് എത്തിക്കേണ്ടതുകൊണ്ട് നേരത്തെ കുളിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പുറത്ത് പോകുമ്പോൾ അങ്ങനെ പുറത്ത് പോകാൻ സെൻസ് വീട്ടിൽ നിന്നല്ലാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ തല കഴുകാറില്ല. എനിക്ക് വെള്ളം മാറി കുളിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീട്ടിലുള്ളപ്പോൾ മാത്രമാണ് ഞാൻ തല കഴുകാറുള്ളത്. അപ്പോൾ ഇതേ ദിവസം ഹോസ്പിറ്റലൊക്കെ ആയിരുന്നത് കൊണ്ട് ഞാൻ തല കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്ത് ചെയ്തു, നല്ല രീതിക്ക് എണ്ണയൊക്കെ വെച്ചിട്ട് തല കഴുകാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് നല്ല രീതിക്ക് എണ്ണയൊക്കെ വെച്ച് കൊടുത്താലാണ് നാളെ എനിക്ക് ഷാമ്പു ഇട്ട് തല മുടി കഴുകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എത്രത്തോളം എണ്ണ കോരി വെക്കാൻ പറ്റുമോ അത്രയും എണ്ണ വാരി കോരി വെച്ച് നല്ലൊരു മസാജൊക്കെ കൊടുത്ത് നല്ലൊരു കുളി അങ്ങ് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് വിളക്ക് എത്തിച്ചിട്ട് ഇന്നത്തെ ഈവനിങ് പരിപാടികളങ്ങ് തുടങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വൈകുന്നേരങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്കൊരു ദിവസത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സമയം ഏതാണ്, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.